ഫൈറ്റർ ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞ് 1.5 മാസം കഴിയുമ്പോഴൊരു സ്റ്റെപ്പാണ് ബോട്ട്ലിങ്. ഈ ബോട്ട്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു 200ഓളം ഫൈറ്ററുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ 200ഓളം ഫൈറ്ററുകൾക്ക് 200 ബോട്ടിൽ വേണ്ടി വരും. അപ്പോൾ 200 ഫൈറ്ററിന് 200 ബോട്ടിലാക്കിയിട്ട് 200 ബോട്ടിലും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ ഞാൻ തന്നെ ഈ 2 രൂപ ഗ്ലാസ്സിലുണ്ടാക്കണേ ഈ 200-300ഓളം 2 രൂപ ഗ്ലാസ്സിൽ ഇട്ടുണ്ട് ഇവിടെ. ഇതിപ്പോൾ എനിക്ക് മെയിനായിട്ട് തന്നെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 രൂപ ഗ്ലാസ് ഇടുമ്പോൾ പിടിയിന്ന് വെള്ളം ചീത്തയാവണുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വെള്ളം ചീത്തയാവാനുള്ള ഇതിന് സ്പേസ് കുറവ് മതിയല്ലോ. ഇപ്പോൾ സ്പേസ് കുറവില്ല. ഇപ്പോൾ ചെറിയൊരു നമ്മുടെ സോഡാ കുപ്പി ചെറിയൊരു തരിയുടെ പരിപാടി. അപ്പോൾ നേരെ നമ്മുടെ തരിയുടെ പരിപാടിയിലേക്ക് കണ്ടു പോകാമല്ലേ. അപ്പോൾ സോഡാ കുപ്പി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തരിയുടെ പരിപാടിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുപ്പി കട്ട് ചെയ്യൽ. കുപ്പി കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഒരു കത്തി വെച്ച് കുപ്പിയുടെ സൈഡ് ഭാഗം കട്ട് ചെയ്യുക, അല്ലാണ്ട് കത്തിരിക വെച്ച് നൈസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. കുപ്പി പിന്നെ ശരിക്കും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ തലതായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, എന്നാലും ഞാനിപ്പോൾ ഈ കുപ്പിയിൽ ഇപ്പോൾ മെയിനായിട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയുടെ സൈസാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുപ്പിയിൽ മണൽ ഇറക്കുക. ഞാൻ തോട്ടിലെ മണ്ണാണ് പോയി എടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ കുപ്പിയിൽ തോട്ടിലെ മണ്ണ് ഇപ്പോൾ അത്യാവശ്യം നിറച്ച് മടിയിൽ അങ്ങനെ കിടന്നോളൂ. അപ്പോൾ മീനിൻ്റെ വേസ്റ്റൊക്കെ അടിയിൽ തിങ്ങി അത് സെറ്റപ്പായിട്ട് അപ്പോൾ ഒരു അക്യൂറിയം സ്മോൾ മണലിട്ടു, വെള്ളം ഒഴിച്ചു, മീനിട്ടു, പാലിട്ടു, ഒരു കറക്റ്റ് സ്മോൾ അക്യൂറിയം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ. ഇതാകുമ്പോൾ നമുക്ക് 1 മാസം 2 മാസം സുഖമായിട്ട് ഈ ബോട്ടിലിടാം. അപ്പോൾ നമ്മുടെ ഈ സോഡാ കുപ്പി ബോട്ടിൽ വെച്ചിട്ടുള്ള ഈ സിമ്പിൾ തരിയുടെ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നൈസായിട്ടൊന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻ്റൊക്കെ ഇട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽമാരെ. അപ്പം താങ്ക് യു.